ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് 2 ദിവസമായി ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഇന്നും കൂടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് റോൾ ഓഫ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിലുള്ള ചില ബേസിക് ടേംസിനെ പറ്റിയുമാണ്. സോ നമുക്ക് നോക്കാം അക്കൗണ്ടിങ്ങിൻ്റെ റോള് എന്താണ് എന്നുള്ളത്. For centuries, the role of accounting has been changing with the changing in economic development and increasing societal demand. കുറേ നാളുകളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി അക്കൗണ്ടിങ്ങിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അക്കൗണ്ടിങ്ങിൻ്റെ റോളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് ഇപ്പോൾ ഓരോ നാൾ കഴിയും തോറും അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു ഡിമാൻഡ് കൂടി വരികയാണ്. It describes and analyzes a mass of data of an enterprise through measurement, classification and summarization and reduces those data into reports and statements which shows the financial condition and results of operation of that enterprise. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു എൻ്റർപ്രൈസിൻ്റെ മാസ് ഡേറ്റ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രൈബ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതും എങ്ങനെ? ത്രൂ മെഷർമെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസേഷൻ. മെഷർമെൻറ്റിലൂടെയും ക്ലാസിഫിക്കേഷനിലൂടെയും സമ്മറൈസേഷനിലൂടെയും ഒരു എൻ്റർപ്രൈസിൻ്റെ ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് റെഡ്യൂസസ് ദോസ് ഡേറ്റ ഇൻ ടു റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ റിപ്പോർട്ടുകളായിട്ടും സ്റ്റേറ്റ്മെൻറ്റുകളാക്കി അവരെ ചുരുക്കുകയാണ്. വിച്ച് ഷോസ് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ആൻഡ് റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദാറ്റ് എൻ്റർപ്രൈസ്. അതെന്ത് കാണിക്കുന്നുണ്ട്? അത് ഫിനാൻഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണെന്നും എൻ്റർപ്രൈസിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. Then, hence it is regarded as the language of business. It also performs the service activity by providing quantitative financial information that helps the users in various ways. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു ഒത്തിരി വർക്കുണ്ട്. നമ്മൾ ഒരുപാട് ഫങ്ഷൻസിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ റെക്കോർഡ് ചെയ്ത് നമ്മളൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുമ്പോൾ അതിനൊരുപാട് യൂസ്ഫുൾ ആവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്നാണ് അക്കൗണ്ടൻസിയെ അറിയപ്പെടുന്നത്. അതുകൂടാണ്ട് ഇത് പല സർവീസ് ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുന്നുണ്ട്. അതും ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ accounting as an information system collects and communicates economic information about an enterprise to a wide variety of interested parties. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? കളക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് എക്കണോമിക് ഇൻഫർമേഷൻ അബൌട്ട് ആൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിനെ പറ്റിയുള്ള ഇക്കണോമിക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതും ഒരുപാട് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഹവർ accounting information relates to past transactions and is quantitative and financial in nature. It does not provide qualitative and non-financial information. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ട്രാൻസാക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞുപോയ ട്രാൻസാക്ഷൻസിനെ പറ്റിയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ പറയുന്നത്. മാത്രമല്ല അത് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറിലായിരിക്കും, ക്വാളിറ്റേറ്റീവ് ആയിരിക്കില്ല. നോൺ ഫിനാൻഷ്യലായിട്ട് ഇൻഫർമേഷൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. അപ്പം ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ റോളെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് സ്റ്റെപ്പിലൂടെ കടന്നിട്ടാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പല യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്ന് അക്കൗണ്ടൻസിയെ പറയാം. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ റോൾ എന്ന് പറയുന്നത്. ദെൻ ദീസ് ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് മസ്റ്റ് ബി കീപ്പ് ഇൻ വ്യൂ വൈൽ മേക്കിംഗ് യൂസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കില്ല, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് അക്കൗണ്ടിങ്ങിനുള്ള ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. അതിൽ നമ്മുടെ ആദ്യത്തെ ടേം എന്ന് പറയുന്നതാണ്, നമുക്കിപ്പം ഒരുപാട് ടേംസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഓരോ ടേംസും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി നല്ല രീതിയിൽ ആ കാര്യങ്ങൾ തർക്കുകയും വേണം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എൻറ്റിറ്റി. എന്താണ് എൻറ്റിറ്റി?
entity means a reality that has definite individual existence. Business entity means specifically identifiable business enterprise like Super Bazaar, Hire Jewelers, ITC Limited, etc. An accounting system is always devised for a specific business entity, also known as accounting entity. Entity എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്, നിലവിലുള്ള ഒരു സംഭവമാണ്. അതിന് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇപ്പം ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിഫിയബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എൻ്റർപ്രൈസാണ്. ഇപ്പം സൂപ്പർ ബസാർ എന്ന് പറയുന്ന പോലെ, ITC ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാണാൻ പറ്റുന്നതെന്നല്ല, ഐഡൻറ്റിഫിയബിൾ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിയബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എൻ്റർപ്രൈസ്, അങ്ങനെയാണ് ഇതിനെ പറയാം. അതാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം an accounting system is always devised for specific business entity, also called accounting entity. Then second one is transaction. എന്താണ് transaction? A event involves some value between two or more entities. It can be purchase of goods, receipt of money, payment to creditors, incurring expense, etc. It can be cash transaction and credit transaction. Event involving some values between two or more entities. രണ്ടോ അതിലധികമോ എൻറ്റിറ്റീസ് തമ്മിലുള്ള ചില വാല്യൂസിനെയാണ് അവിടെ ഒരു ഇവൻ്റ് നടക്കുമ്പോൾ അവിടെ രണ്ടോ അതിലധികമോ എൻറ്റിറ്റീസ് തമ്മിലുള്ള ചില വാല്യൂസിനെ പറയുന്നതാണ്, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ചില വാല്യൂസിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം രണ്ടോ അതിലധികമോ എൻറ്റിറ്റി എന്ന് പറയുമ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ പർച്ചേസ് ഓഫ് മെഷീനറി. നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റിറ്റിയും, നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഓർഗനൈസേഷൻ, അതൊരു മറ്റൊരു എൻറ്റിറ്റി. ഈ രണ്ട് എൻറ്റിറ്റി തമ്മിൽ വരുന്ന ആ രണ്ട് എൻറ്റിറ്റി തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവൻറ്റ്, ഒരു പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഇവൻറ്റിൽ വരുന്ന ഇപ്പം എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ വരുവാണെങ്കിൽ നമുക്കതിന് ട്രാൻസാക്ഷൻ എന്ന് പറയും. ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ക്യാഷ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയും. അല്ല, കടത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും പറയും. ദെൻ അസെറ്റ്സ്. Assets are economic resources of an enterprise that can be usefully expressed in monetary terms. Assets എന്ന് പറയുന്നത് ഒരു എൻ്റർപ്രൈസസിൻ്റെ ഇക്കണോമിക് റിസോഴ്സസ് ആണ്. അത് നമുക്ക് മോണിറ്ററി ടേംസിൽ എന്ത് ചെയ്യാൻ പറ്റണം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അസെറ്റ്സ് എന്ന് പറയുന്നത് ആർ ഐറ്റംസ് ഓഫ് വാല്യൂ യൂസ്ഡ് ബൈ ദ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻസ്. എന്താണ് ഇപ്പം അസെറ്റ്സ് എന്ന് പറയുന്ന ഓരോ ഐറ്റത്തിൻ്റെ വാല്യൂ ആണ്. For example, the Super Bazaar owns a fleet of truck which is used by its for delivering foodstuff. The truck thus provide economic benefit to the enterprise. This item will be shown on the asset side of balance sheet of Super Bazaar. Asset can be broadly classified into two types, current and non-current asset. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു സൂപ്പർ ബസാർ എന്ന് പേരുള്ളൊരു കമ്പനി, ആ കമ്പനിക്ക് ഒരുപാട് ട്രക്കുകളുണ്ട്. അപ്പോൾ ആ ട്രക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറേ നാളുകളായിട്ട് അങ്ങോട്ടേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ അത് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാനുണ്ടെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി ചെയ്യുകയും ഒക്കെയാണ് ആ ട്രക്കിൻ്റെ ജോലി. അപ്പം അതൊരു അസറ്റാണ്. ആ അസറ്റ് നമ്മൾ സൂപ്പർ ബസാറിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നതായിരിക്കും ഈ ട്രക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്, നോൺ കറണ്ട് അസറ്റും ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത് 3 ടേംസാണ്. ഫസ്റ്റ് വൺ എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് അതിനുണ്ടാകണം. ഇപ്പം നമ്മളൊരു ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്നൊക്കെ പറയുന്നതാണിത്. അതായത് അവിടെ ഒരു ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് നിലവിൽ അത് ഉണ്ടാവണം. നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ പേര്, ഇപ്പോൾ സൂപ്പർ ബസാർ ഇവിടെ പറയുന്നുണ്ട്, ITC ലിമിറ്റഡ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റായിട്ട് അവിടെ ഒരു നിലവിലുള്ളതാണ്, അതിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ എൻറ്റിറ്റീസ് തമ്മിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഇൻവോൾവ് ആവുന്ന ചില വാല്യൂസിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ. അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആകാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആകാം. മൂന്നാമത് നമ്മൾ പറഞ്ഞത് അസറ്റാണ്. അസറ്റ് എന്ന് പറയുന്നത് എക്കണോമിക് റിസോഴ്സസ് ആണ്. അത് നമ്മൾ മോണിറ്ററി ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റണം. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ അതിനെ കാണിക്കുകയും ചെയ്യും. അത് രണ്ട് രീതിയിലുണ്ട്, കറണ്ടും നോൺ കറണ്ട് അസറ്റും. ഇത്
ലയബിലിറ്റീസ്. എന്താണ് ലയബിലിറ്റീസ്? Liabilities are the obligation or debt that an enterprise has to pay at some time in future. They represent creditors' claim on fixed assets. Both small and big business find it necessary to borrow money at one time or the other and to purchase goods on credit. Liabilities എന്ന് പറയുന്നത് obligation or debt, കടം, that an enterprise has to pay at some time in future. ഭാവിയിൽ ഒരു എൻ്റർപ്രൈസിനുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള കടത്തിന് പറയുന്ന പേരാണ്, ഒരു ബാധ്യത എന്ന് വേണേൽ പറയാം. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബാധ്യത, ഒരു ബാധ്യതയെ പറയുന്ന പേരാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. They represent creditors' claim on firm's asset. Both small and big business find it necessary to borrow money at one time or the other and to purchase goods on credit. ഇപ്പം അതായത് ഇപ്പം നമ്മൾ ഫേമിലേക്ക് വേണ്ടുന്ന അസറ്റുകൾ ഇപ്പം ചില സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യും. അപ്പം നമുക്ക് എന്താണ്, നമുക്ക് അവർക്കൊരു പേയ്മെൻറ്റ് ഭാവിയിൽ അടയ്ക്കാൻ കാണും. അപ്പോൾ അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലായിരിക്കും അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. ഇപ്പോൾ ചെറിയ ബിസിനസ് ആവട്ടെ വലിയ ബിസിനസ് ആവട്ടെ, നമ്മൾ എപ്പോഴെങ്കിലും ഒരു സാധനം നമ്മൾ ക്രെഡിറ്റിൽ, അതായത് കടത്തിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്താണ്? Amount invested by the owners in the firm is known as capital. It may be brought in form of cash or the asset by the owner for business entity. Capital is an obligation and claim on the asset of business. It is therefore shown as capital on the liability side of the balance sheet. അതായത് ഇപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണേഴ്സ്, ഒരു ഫേമിൻ്റെ ഓണേഴ്സ് അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എമൗണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ക്യാഷ് മാത്രമല്ല, അവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അസറ്റുകൾ വെക്കാം. ഇപ്പോൾ ചില മെഷീനറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ കൊണ്ടുവന്ന് ഈ ഓണേഴ്സ്, ഈ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് എന്തെങ്കിലും ഒന്നെങ്കിൽ ക്യാഷായിട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റായിട്ട് കൊണ്ടുവരാം. ആ അസറ്റോ അല്ലെങ്കിൽ ക്യാഷോ നമ്മുടെ ഫേമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ഫേമിന് ആ ഒരു ഓണേഴ്സിനോടുള്ള ബാധ്യതയാണ്. അവർക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ, തിരിച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് എന്തുമായിരിക്കും? ബാധ്യതയായിരിക്കും. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലായിട്ടാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. ഓക്കെ. ദെൻ സെയിൽസ്. Sales are the total revenue from goods or service sold or provided to customers. Sales may be cash sales or credit sales. Sales എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഗുഡ്സോ ഒന്നെങ്കിൽ ഗുഡ്സ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സർവീസുകളാകാം. അതിൻ്റെ ആ ഒരു എത്രയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ടോട്ടൽ റവന്യൂവിനെ പറയുന്ന പേരാണ് സെയിൽസ് എന്ന് പറയുമ്പോൾ. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അപ്പം നമുക്കത് എന്തായിരിക്കും? നമുക്ക് റവന്യൂ ആയിരിക്കും അല്ലേ? അപ്പോൾ ആ റവന്യൂവിനെ പറയുന്ന പേരാണ് സെയിൽസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷിലും പർച്ചേസ് ചെയ്യാറുണ്ട്, ക്രെഡിറ്റിലും പർച്ചേസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുമ്പോഴും തന്നെ നമ്മൾ ചില സമയത്ത് കടത്തിൽ കൊടുക്കാറുണ്ട്. അപ്പം അതൊന്നെങ്കിൽ ക്യാഷ് സെയിലാകാം അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലാകാം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ 3 ടേംസാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക നമ്മുടെ ബാധ്യത. അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി സൈഡിൽ ആയിരിക്കും കാണിക്കുക. ഒരു ബിസിനസ്സിന് ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അടയ്ക്കാനുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലയബിലിറ്റീസ്. രണ്ടാമത്തത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എത്ര എമൗണ്ട് ആണ് നമ്മുടെ ഫേമിൻ്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊന്നെങ്കിൽ ക്യാഷ് ആകാം അസറ്റ് ആകാം. അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ച് എന്തായിരിക്കും? ഒരു ഒബ്ലിഗേഷൻ ആയിരിക്കും. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് റവന്യൂ ആണ്. എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ആ ഒരു റവന്യൂവിനെ പറയുന്ന പേരാണ് സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ revenues. These are the amount of the business earned by selling its products or providing services to customers, called sales revenue. Other items of revenue common to many business are commission, interest, dividend, royalties, rent received, etc. Revenue is called income. Revenue ആ പേരിൽ തന്നെ അറിയാം, അത് വരുമാനമാണ്. ഇതെന്ന് പറയുമ്പം ഒരു ബിസിനസ് അതിൻ്റെ പ്രോഡക്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ, ഒന്നെങ്കിൽ പ്രോഡക്ട്സ് വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ സർവീസസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ
കിട്ടുന്ന ഇൻകത്തിന് പറയുന്ന പേരാണ് സെയിൽസ് റവന്യൂ. പിന്നെ ഇത് കൂടാണ്ട് ചില റവന്യൂസ് ഉണ്ട്. അതായത് ഇപ്പം എന്തെങ്കിലും കമ്മീഷൻ കിട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ഡിവിഡൻറ്റ്, അല്ലെങ്കിൽ റോയാലിറ്റീസ്, ചിലപ്പോൾ റെൻറ്റ്, ഇതിന് എല്ലാത്തിനും നമുക്ക് എന്തെന്ന് പറയാം, ഇതിനെയും നമുക്ക് റവന്യൂ എന്ന് പറയാം. അപ്പം റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻകം. റവന്യൂ എന്ന് പറയുന്നത് ഇൻകമാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച ഒരു ഇൻകമാണ് റവന്യൂസ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പെൻസസ്. കോസ്റ്റ് ഇൻകർഡ് ബൈ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ആർ നോൺ ആസ് എക്സ്പെൻസസ്. എന്താണ്? ഒരു ബിസിനസ്സിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്, റവന്യൂ ഏൺ ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെ പറയുന്ന പേരാണ് എക്സ്പെൻസസ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആർ മെഷേർഡ് ബൈ ദ കോസ്റ്റ് ഓഫ് അസറ്റ് കൺസ്യൂംഡ് ഓർ സർവീസസ് യൂസ്ഡ് ഡ്യൂറിങ് അക്കൗണ്ടിങ് പീരീഡ്. എക്സ്പെൻസസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്നെങ്കിൽ അസറ്റിൻ്റെ കോസ്റ്റ്, എത്രയാണോ അസറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ സർവീസസ് യൂസ്ഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഇൻകർ ചെയ്യുന്ന സർവീസസിൽ വരുന്ന കോസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇതിന് ഇപ്പോൾ പൊതുവേ ഡിപ്രീസിയേഷൻ ഉണ്ടാകാം, റെൻറ്റ് ഉണ്ടാകാം, വേജസ് ഉണ്ടാകാം, സാലറീസ് ഉണ്ടാകാം, ഇൻട്രസ്റ്റ് ഉണ്ടാകാം, കോസ്റ്റ് ഓഫ് ഹീറ്റർ, ലൈറ്റ് ആൻഡ് വാട്ടർ, ടെലിഫോൺ എക്സെട്ര. ഇതെല്ലാം എന്താണ്? എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമുക്കൊരു റവന്യൂ ഇൻകർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബിസിനസ്സിൽ വരുന്ന ചില ചിലവുകളെ പറഞ്ഞ പേരാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പെൻഡിച്ചർ. Spending money or incurring a liability for some benefit, services or property received is called expenditure. Expenditure എന്ന് പറയുമ്പം പണം ചിലവാക്കുക, or incurring a liability, ഒരു ലൈബിലിറ്റി, ഒരു ബാധ്യത സ്വീകരിക്കുക, for some benefit, service or property received. അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ മേടിക്കുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു ഗുഡ്സ് മേടിക്കുക, അല്ലെങ്കിൽ ഒരു മെഷീനറി, നമ്മുടെ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നല്ലൊരു അസറ്റോ ഒരു പ്രോപ്പർട്ടിയോ മേടിച്ചുകൊണ്ടാണ് നമുക്കൊരു ലൈബിലിറ്റി വരുന്നത്, ഒരു ബാധ്യത വരുന്നത്, അല്ലെങ്കിൽ മണി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ. അപ്പം എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും ശരിക്കും മനസ്സിലാക്കണം. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ബിസിനസ്സിൽ വരുന്ന ചിലവുകളെ പറഞ്ഞ പേരാണ് എക്സ്പെൻസസ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം ഇപ്പം നമ്മളൊരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യാണ്, ആ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു മെഷീനറി, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് മേടിക്കണം. ആ മേടിക്കുമ്പം വരുന്ന ആ ഒരു ഒബ്ലിഗേഷനെ പറയുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം പർച്ചേസ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ഫർണിച്ചർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഇപ്പം ഈ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു വർഷത്തിന് താഴെയാണെങ്കിൽ അതിന് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അല്ല, അത് ഒരു വർഷത്തിന് മേലെയാണെങ്കിൽ അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. If the benefit of expenditure is exhausted within an year, it is treated as an expense, which is called revenue expenditure. On the other hand, the benefit of expenditure lasts for more than an year, it is treated as an asset, also called capital expenditure. എന്നാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മളെ സംബന്ധിച്ച് അത് ചിലവാണ്, അത് വലിയ ലാഭം എന്ന് പറയാൻ നമുക്കില്ല. പക്ഷേ നമുക്ക് ഒരു വർഷത്തിന് മേലെയാണ് നമ്മൾ ഈ ഒരു ചിലവ് കൊണ്ട് വരുന്നതെങ്കിൽ അത് നമുക്ക് അസറ്റായിരിക്കും. അതായത് ഈ മെഷീനറിയും ഫർണിച്ചറൊക്കെ പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ഒരു വർഷത്തിന് താഴെ ആവാൻ വഴിയില്ല, അത് എപ്പോഴും ഒരു വർഷത്തിന് മേളിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അതിനെ നമ്മൾ അസറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ 3 ടേംസാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് റവന്യൂ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇൻകം, എത്രയാണോ നമ്മളെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം, അതിന് നമുക്ക് റവന്യൂ എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞത് എക്സ്പെൻസും എക്സ്പെൻഡിച്ചറുമാണ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വരുന്ന ചെറിയ ചെറിയ ചിലവുകൾ, ഇപ്പം റെൻറ്റ്, ഡിപ്രീസിയേഷൻ, വേജസ്, സാലറീസ്, ഇൻട്രസ്റ്റ്, അതൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പെൻസ് എന്ന് പറയാം. അല്ല, ഇപ്പം നമുക്ക് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ ഇൻകർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ടാകാം, പിന്നെ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ടാകാം. ദെൻ പ്രോഫിറ്റ്. The excess of revenue of a period over its related expense during an accounting year is profit. Profit increases the investment of the owners.
ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നേരത്തെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. അതായത് നമുക്ക് ഇൻകം കൂടുതലും ചിലവ് കുറവുമാണെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. എക്സ്പെൻസിനേക്കാളും കൂടുതലാണ് ഇൻകം എങ്കിൽ നമുക്ക് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ്. ഗെയിൻ, profit that arises from event or transaction which is incidental to business such as sale of fixed asset, winning a court case, appreciation in value of an asset, etc. ഇപ്പം നമ്മളിപ്പം സാധാരണ ചെലവും വരുമാനത്തിലൂടെ അല്ല, പകരം ഇപ്പം എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഇൻസിഡൻ്റലായിട്ട് പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ, ഇപ്പം എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമായിരിക്കത്തില്ല, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ചില വരുമാനങ്ങളുണ്ടാവില്ലേ? ഇപ്പം എന്തെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് പഴകിയിട്ട് അത് നമ്മൾ വിൽക്കുകയാണ്, അല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഗെയിമിൽ നമ്മൾ ജയിക്കുകയാണ്, അപ്പോൾ അതിലൂടെയൊക്കെ എന്തെങ്കിലും ഒരു കോർട്ട് കേസ് ജയിക്കുകയാണ്, അപ്പോൾ അതിലൂടെയൊക്കെ കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് ഗെയിൻ. അപ്പോൾ പ്രോഫിറ്റും ഗെയിനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പം നമുക്ക് റവന്യൂവും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ്, അവിടെ റവന്യൂ കൂടുതലാണെങ്കിൽ അതിന് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാം. എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്തായിരിക്കും? ലോസ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഗെയിൻ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് അല്ല, എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഇൻസിഡൻ്റലായിട്ട് നടന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗെയിൻ. ദെൻ ലോസ്, ഇപ്പോൾ പറഞ്ഞുള്ളൂ, എക്സസ് ഓഫ് എക്സ്പെൻസ് ഓഫ് എ പീരീഡ് over its related revenue, its term as loss. It decreases in owner's equity. It also refers to money or money's worth lost without receiving any benefit in return. For example, cash or good lost by theft or fire accident, etc. It also includes loss on sale of fixed asset. എന്താണ് ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പെൻസ് ആണ് കൂടുതൽ, റവന്യൂവിനേക്കാളും എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ അവിടെ നമ്മൾ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് ഓണേഴ്സിൻ്റെ ഇക്വിറ്റി എന്തായിരിക്കും? കുറയ്ക്കും. പ്രോഫിറ്റ് ഓണേഴ്സിൻ്റെ ഇക്വിറ്റി കൂട്ടും, ലോസ് എന്താവും? ഇതിൽ നിന്ന് കുറയ്ക്കും. അപ്പം ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു മണി ഓർ മണീസ് വർത്ത് ലോസ്റ്റ് വിത്തൗട്ട് റിസീവിങ് എനി ബെനിഫിറ്റ് ഇൻ റിട്ടേൺ. എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്നും പൈസ പോകുന്ന ഒരു കാര്യമാണ് ലോസ് എന്ന് പറയുന്നത്. പകരമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒന്നും തന്നെ കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, ക്യാഷ് ഓർ ഗുഡ് ലോസ്റ്റ് ബൈ തെഫ്റ്റ് ഓർ ഫയർ ആക്സിഡൻറ്റ് എക്സെട്ര. ഇപ്പം എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ നമുക്ക് മോഷണം സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കുക, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബിസിനസ്സിൽ ലോസ് ഇൻകർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ടേംസ് പറഞ്ഞു: പ്രോഫിറ്റ്, ഗെയിന്, ലോസ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്, നേരെ തിരിച്ചാണെങ്കിൽ അത് ലോസ്. ഗെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻസിഡൻ്റലായിട്ട് കിട്ടുന്ന ഇൻസിഡൻ്റലായിട്ട് വരുന്ന ഒരു ഇവൻറ്റിൽ, എപ്പോഴും വരുന്ന ഇവൻ്റല്ല, ഇൻസിഡൻ്റലായിട്ട് വരുന്ന ഒരു ഇവൻറ്റിലൂടെ വരുന്ന പ്രോഫിറ്റ്. സോ ദാറ്റ് ഈസ് ഗെയിൻ. ദെൻ ഡിസ്കൗണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ് ഡിസ്കൗണ്ട്. എന്താണ് ഡിസ്കൗണ്ട്? ഇറ്റ് ഈസ് ദി ഡിഡക്ഷൻ ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇറ്റ് ഈസ് ഓഫേർഡ് ഇൻ 2 ways: ഓഫറിംഗ് ഡിഡക്ഷൻ ഓഫ് എഗ്രീഡ് പെർസെൻറ്റേജ് ഓഫ് list price at the time selling goods in one way of giving discount. Such discount is called a trade discount. It is generally offered by manufacturers to wholesalers and by the wholesalers to retailers. After selling the goods on credit basis, the debtors may be given certain deduction in amount due in case if they pay the amount within the stipulated period or earlier. This deduction is given at the time of payment on amount payable. Hence, it is called a cash discount. Cash discount acts as an incentive that encourages prompt payment by the debtors. അപ്പം നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം നമ്മൾ ഒരു ഗുഡ്സ് വിൽക്കുമ്പോൾ പ്രൈസിന് കൊടുക്കുന്ന ചില ഡിഡക്ഷൻസാണ് കുറവ്. ഇപ്പം നമ്മളൊരു 10 രൂപയ്ക്ക് നമ്മളൊരു പേന വിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പം 1 രൂപ ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ ആ 10 രൂപ എന്നുള്ള പ്രൈസിൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കും. അങ്ങനെ ആ പ്രൈസ് 1 കുറച്ചത് 9 ആക്കും. അപ്പോൾ ആ പ്രൈസിലുണ്ടാകുന്ന ഡിഡക്ഷൻ, ഗുഡ്സ് വിൽക്കുമ്പോൾ പ്രൈസിലുണ്ടാകുന്ന ഡിഡക്ഷനെ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് 2 രീതിയിലുണ്ട്. 1 ട്രേഡ് ഡിസ്കൗണ്ട്, 2 ക്യാഷ് ഡിസ്കൗണ്ട്. ഇപ്പം ഓഫറിംഗ് ഡിഡക്ഷൻ of agreed percentage of list price at the time selling goods is one way of giving discount. ഇപ്പം എഗ്രീഡ് പെർസെൻറ്റേജ് ഇത്ര നിങ്ങൾക്ക് ഡിഡക്ഷൻ ഉണ്ടാകും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 10 രൂപയ്ക്ക് 1 രൂപ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 2 പേന മേടിച്ചാൽ, അതാണ് ബെസ്റ്റ് എക്സാമ്പിൾ. 2 പേന മേടിച്ചാൽ നിങ്ങൾക്ക് 2 രൂപ കുറച്ച് തരാം എന്ന് പറയുകയാണ്. 10 രൂപയുടെ ഒരു പേനയാണെങ്കിൽ നിങ്ങൾക്ക്
2 പേന മേടിക്കുമ്പോൾ സാധാരണ 20 രൂപ വരും, അതിൽ നമ്മൾ 2 രൂപ ഡിഡക്ഷൻ തരാം, നിങ്ങൾ 18 രൂപയ്ക്ക് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ആ ഓഫർ, അത് ആ പേന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തെ തന്നെ കൊടുക്കുന്ന ഡിഡക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. സച്ച് ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട്. അത് പൊതുവേ തുടക്കം തൊട്ടേ മാനുഫാക്ചേഴ്സ് ഹോൾസെയിലേഴ്സിന് കൊടുക്കും, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കും, റീറ്റെയിലേഴ്സ് അത് കസ്റ്റമേഴ്സിന് കൊടുക്കും. അപ്പം അങ്ങനെ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ പറയുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇനി ആഫ്റ്റർ സെല്ലിംഗ് ദ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ബേസിസ് ദ ഡെറ്റേഴ്സ് മേ ബി ഗിവൺ സർട്ടൻ ഡിഡക്ഷൻ ഇൻ എമൗണ്ട് ഡ്യൂ ഇൻ കേസ് ഓഫ് ദ പേയ്മെൻറ്റ് if they pay the amount within stipulated period or earlier. This deduction is given at the time of payment on amount payable, hence it is known as cash discount. ഇപ്പം ഡെറ്റേഴ്സ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ക്രെഡിറ്റിൽ കൊടുക്കുകയാണ്, നമ്മുടെ ഡെറ്റേഴ്സിന് നമ്മൾ എന്തെങ്കിലും ക്രെഡിറ്റിൽ കൊടുക്കണ സമയത്ത് അവർ കറക്റ്റ് ടൈമിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ നമ്മൾ പറയണം, നീ ഇപ്പോൾ കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റ് നടത്തിയല്ലോ, അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ ഒരു സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം ഞാനൊരാൾക്ക് 100 രൂപയാണ് കൊടുത്തതെന്ന് ഇരിക്കട്ടെ. അപ്പം അയാൾ കറക്റ്റായിട്ട് എനിക്ക് ഇന്ന ദിവസം തരണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് എനിക്ക് 100 രൂപ തന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ കറക്റ്റായിട്ട് 100 രൂപ തന്നല്ലേ, എന്നാൽ 10 രൂപ നിനക്ക് ഇരിക്കട്ടെ, നീ കറക്റ്റായിട്ട് തന്നതിന് നിനക്ക് 10 രൂപ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് 10 രൂപ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ടിനെ പറയുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പം എന്താണ്, ഡെറ്റേഴ്സ് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് അവരെന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യാണ് കൂടുതലായിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, കറക്റ്റ് ടൈമിൽ പിന്നീട് എപ്പോഴാണെങ്കിലും പേയ്മെൻറ്റ് നടത്താനായിട്ട് ശ്രദ്ധിക്കും. അതിനെ പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ടേം ഇസ് വൗച്ചർ. വൗച്ചർ എന്ന് പറയുമ്പം the documentary evidence in support of transaction is known as voucher. For example, if we buy goods for cash, we get cash memo. If we buy on credit, we get an invoice. When we make a payment, we get a receipt and so on. In voucher, ഞാനത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം നമുക്ക് ഈ കൂടുതലും ഈ ഓൺലൈൻ പേയ്മെൻറ്റും അത് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ വൗച്ചറിനെ പറ്റി കുറച്ചുകൂടെ എല്ലാവർക്കും ഒരു ഐഡിയ കാണും. അപ്പം വൗച്ചർ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്, ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് വൗച്ചർ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു റെസീറ്റ് കിട്ടിയാൽ പോലും നമുക്കതിനെ വൗച്ചറായിട്ട് പറയാം. ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ക്യാഷ് മെമ്മോ കിട്ടും, അതിനെ പറയുന്ന പേരാണ്, അതിന് നമുക്ക് വൗച്ചർ എന്ന് പറയാം. പിന്നെന്താണ്, എന്തെങ്കിലും ഒരു സാധനം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻവോയ്സ് തരും, അതൊരു തരത്തിലുള്ള വൗച്ചറാണ്. പിന്നെന്താണ്, റെസീപ്റ്റ്, നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ നമുക്ക് റെസീപ്റ്റ് തരും, അതും ഒരു തരത്തിലുള്ള വൗച്ചറാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ടേംസാണ് പറഞ്ഞത്. ഒന്ന് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രൈസിൽ കൊടുക്കുന്ന ഡിഡക്ഷൻ, അത് ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ വൗച്ചറാണ്. വൗച്ചർ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോഡക്ട്സ് ഇൻ വിച്ച് ബിസിനസ് യൂണിറ്റ് ഈസ് ഡീലിംഗ്, ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ്. ദ ഐറ്റംസ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ഫോർ യൂസ് ഇൻ ബിസിനസ് ആർ നോട്ട് കോൾഡ് ഗുഡ്. For example, for a furniture dealer, purchase of chairs and tables is termed as goods, while for others it is furniture and is treated as an asset. Similarly, for a stationery merchant, stationery is good, whereas for others it is an item of expense. അപ്പം ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ് യൂണിറ്റ് ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറയുന്നതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ്. ഒന്നെങ്കിൽ അത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഏത് പ്രോഡക്റ്റാണോ വാങ്ങുകയും വിൽക്കുകയും അല്ലെങ്കിൽ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദ ഐറ്റം ദാറ്റ് ആർ പർച്ചേസ്ഡ് ഫോർ യൂസ് ഇൻ ബിസിനസ് ആർ നോട്ട് കോൾഡ് ഗുഡ്. ഇപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നടത്തുന്നത് ഒരു ഫർണിച്ചർ ഷോപ്പാണെന്നിരിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഫർണിച്ചർ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വിൽക്കാനായിട്ട് കുറച്ച് കസേരയും കുറച്ച് ടേബിൾസും ഒക്കെ മേടിക്കുകയാണ്. അപ്പം അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുഡ്സാണ്. പകരം ഞാനിപ്പം ഒരു കാർ ഡീലറാണെന്നിരിക്കട്ടെ, എൻ്റെ ഓഫീസിൽ വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു
ഒരു കസേരയും ഒരു ടേബിളും വേണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ഗുഡാവില്ല. കാരണം അത് നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമല്ല. അപ്പം അവിടെ ആ ഗുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് ഒന്ന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണം. മനസ്സിലായോ? അതാണ് ഗുഡ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേഷനറി മെർച്ചൻ്റാണ്. നമ്മൾ സ്റ്റേഷനറി ഞാൻ നടത്തുന്നത് ഒരു സ്റ്റേഷനറി കടയാണ്. എനിക്ക് എൻ്റെ കടയിലേക്ക് വേണ്ടി ഞാൻ ഹോൾസെയിലറുടെ ഞാനിപ്പോൾ ഒരു റീറ്റെയിലർ സ്റ്റേഷനറി കടയാണ്. അപ്പോൾ ഞാൻ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനം മേടിച്ച് കടയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് ഗുഡാണ്. പക്ഷെ അല്ല, ഞാനത് മറ്റു കാര്യങ്ങൾക്കാണ്, ഞാൻ സ്റ്റേഷനറി കടയിൽ നടത്തുന്നില്ല, അല്ലാണ്ട് ഞാൻ പർച്ചേസ് ചെയ്താണെന്നുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ച് ഗുഡല്ല, അതെന്നെ സംബന്ധിച്ച് എക്സ്പെൻസാണ്. സോ അതാണ് ഗുഡ് എന്ന് പറഞ്ഞ ടേം. അപ്പോൾ ആ ഒരു ടേം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ ഡ്രോയിങ്സ്. Withdrawal of money and or goods by the owners from the business for personal use is known as drawings. Drawings reduces the investment of owners. ഇപ്പം എന്തെങ്കിലും ഒരു മണി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ഓണേഴ്സ് അതിൻ്റെ ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്, മനസ്സിലാക്കുക, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഗുഡ്സോ മണിയോ ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പം ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു ബിസിനസ് നടത്തുകയാണ്. ഇപ്പം അത് നടത്തുന്ന സമയത്ത് ഇപ്പം സപ്പോസ് ഒരു എ എന്ന് പറഞ്ഞ ഒരാൾ ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ എയുടെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി ബിസിനസ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഡ്രോയിങ്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പം സ്വന്തം വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് ഇപ്പം അയാൾ നടത്തുന്നത് ഒരു സ്റ്റേഷനറി കടയാണെന്നിരിക്കട്ടെ. അപ്പം അയാൾ കുറച്ച് സാധനങ്ങൾ അയാളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോവാണ്. അതും എന്താണ്? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ നമുക്ക് ഡ്രോയിങ്സ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഡ്രോയിങ്സ്. ദെൻ പർച്ചേസ്. Purchase are the total amount of goods procured by a business on credit and on cash for use or sale. എന്താണ് പർച്ചേസ് എന്ന് പറയുന്നത്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ്. ബിസിനസ് ക്രെഡിറ്റിലോ അല്ലെങ്കിൽ ക്യാഷിലോ നടത്തുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊക്യൂർ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന പേരാണ് പർച്ചേസ് എന്ന് പറയുന്നത്. അതായത് എത്ര രൂപയ്ക്കാണ് ഗുഡ്സ് മേടിക്കുന്നത്, ഒന്നെങ്കിൽ ക്യാഷ് ആകാം, അല്ലെങ്കിൽ അത് ക്യാഷ് കൊടുത്തിട്ടാകാം, അല്ലെങ്കിൽ ക്രെഡിറ്റിലാകാം. എത്ര രൂപയ്ക്കാണോ ആ ഗുഡ് അയാൾ പ്രൊക്യൂർ ചെയ്യുന്നത്, മേടിക്കുന്നത്, അതിനെ പറയുന്ന പേരാണ് പർച്ചേസ്. ഇൻ എ ട്രേഡിംഗ് കൺസേൺ, പർച്ചേസ് ആർ മെയ്ഡ് ഫോർ മെർക്കൻഡൈസ് ഫോർ റീസെയിൽ വിത്ത് ഓർ വിത്തൗട്ട് പ്രോസസ്സിംഗ്. ഇൻ എ മാനുഫാക്ചറിംഗ് കൺസേൺ, റോ മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ്, പ്രോസസ് ഫർദർ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ദെൻ സോൾഡ്. പർച്ചേസസ് മേ ബി ക്യാഷ് പർച്ചേസ് ഓർ ക്രെഡിറ്റ് പർച്ചേസ്. ഒരു ട്രേഡിംഗ് കൺസേണിൽ പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? റീസെയിലിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഒന്നെങ്കിൽ അത് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതത് നേരിട്ട് വിൽക്കുകയും ചെയ്യാം. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മിൽമ കടകളൊക്കെ, അവിടെ എന്ന് പറയുമ്പോൾ മിൽമ കമ്പനി, അവരെന്ന് പറയുമ്പോൾ എന്താണ്, പാല് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് പാലായിട്ട് തന്നെ വിൽക്കുന്നുണ്ട്. അതല്ലാതെ അവർ അത് തന്നെ പല പ്രോഡക്ട്സിലോട്ട് മാറ്റിയിട്ട് വിൽക്കുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ പാലായിട്ട് തന്നെ വിൽക്കാം, അതായത് ആ സെയിം പ്രോഡക്റ്റായിട്ട് തന്നെ വിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫർദർ പ്രോസസ്സിലൂടെ കൊണ്ടുപോയിട്ട് മറ്റ് ബൈ പ്രോഡക്റ്റായിട്ട് വേണമെങ്കിൽ അത് വിൽക്കാം. അപ്പോൾ അത് ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 ടേംസ്: ഗുഡ്സ്, ഡ്രോയിങ്സ്, പർച്ചേസ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് യൂണിറ്റ് ഡീൽ ചെയ്യുന്ന പ്രോഡക്ട്സിനെ പറയുന്ന പേരാണ് ഗുഡ്സ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സോ മണിയോ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്ന് പറയും. എത്ര രൂപയ്ക്കാണോ നമ്മൾ ഗുഡ്സ് ക്യാഷിലോ ക്രെഡിറ്റിലോ ആവട്ടെ പർച്ചേസ് ചെയ്യുന്നത്, പ്രൊക്യൂർ ചെയ്യുന്നത്, അതിനെ പറയുന്ന പേരാണ് പർച്ചേസ്. ദെൻ നമുക്ക് പറയാനുള്ളത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് സംതിങ് ഓൺ ഹാൻഡ്, ഗുഡ്സ്, സ്പെയർസ് ആൻഡ് അതർ ഐറ്റംസ് ഇൻ എ ബിസിനസ്. It is called stock in hand. In a trading concern, stock on hand is the amount of goods which are lying unsold at the end of accounting period is called a closing stock. In a manufacturing company, closing stock comprises raw materials, semi-finished goods and finished goods on hand on closing date. Similarly, opening stock is the amount of stock at the beginning of accounting period. Stock എന്ന് പറയുമ്പോൾ എന്താണ്,
നമ്മുടെ കയ്യിലിരിക്കുന്ന ഗുഡ്സ്, സ്പെയേഴ്സ്, മറ്റ് ഐറ്റംസ്, അതിൻ്റെ മെഷർമെൻ്റ് അല്ലെങ്കിൽ മെഷറിംഗ് എന്ന് നമുക്ക് വേണേൽ പറയാം. അതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നും പറയാം. ഇപ്പോൾ ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ച് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് വിച്ച് ആർ ലൈയിങ് അൺസോൾഡ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ഈസ് കോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം വരെ എത്ര രൂപയുടെ ഗുഡ്സാണോ വിൽക്കാതെ ഇരിക്കുന്നത്, എത്ര രൂപയുടെ ഗുഡ്സാണോ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം വരെ വിൽക്കാതെ ഇരിക്കുന്നത്, അതിനെ പറയുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അഥവാ എൻഡിങ് ഇൻവെൻറ്ററി എന്ന് പറയും. ഇനി ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് ഇതെന്ന് പറയുമ്പം എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പം അവിടെ റോ മെറ്റീരിയൽസ് ആകാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം, ഫിനിഷ്ഡ് ഗുഡ്സും ആകാം. അതെല്ലാം തന്നെ എന്തുമായിരിക്കും, റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ഒരു പ്രോസസ്സിങ് നടത്താതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗുഡ്സ്. സെമി ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് വിൽക്കാനായി വെച്ചിരിക്കുന്ന ഗുഡ്സ്. ഇത് ഇത്രയും വരും മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പം ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള സ്റ്റോക്ക്, അതിനെ പറയുന്ന പേരാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എപ്പോഴും ഇപ്പം ഒരു ഇയറിൻ്റെ എൻഡിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നതായിരിക്കും നെക്സ്റ്റ് ഇയറിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ദെൻ ഡെറ്റേഴ്സ്. Debtors are persons and or other entities who owe to an enterprise an amount for buying goods and service on credit. The total amount of standing against such person and or entity on closing date is shown in balance sheet as sundry debtors on the asset side. Debtors എന്ന് പറയുന്നത് പേഴ്സൺസ് ആണ്, അതായത് അഥവാ എൻറ്റിറ്റീസ്. അവർക്ക് എന്താണ്, ഇപ്പം നമ്മുടെ കമ്പനി, നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും ഗുഡ്സോ സർവീസസോ അവർ ക്രെഡിറ്റിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരാണ് ഡെറ്റേഴ്സ്. ക്യാഷിലല്ല, ക്രെഡിറ്റിൽ ഒരു ഓർഗനൈസേഷനിൽ നിന്ന്, നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും വേറൊരാൾ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പേഴ്സണോ ഒരു എൻ്റർപ്രൈസോ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരാണ് ഡെറ്റേഴ്സ്. Total amount of standing against such persons and or entities on closing date is shown in balance sheet. The total amount standing against such persons and or entities on closing date is shown in the balance sheet as sundry debtors on asset side. എന്താണ്, ടോട്ടൽ എമൗണ്ട് സ്റ്റാൻഡിങ് എഗെയിൻസ്റ്റ് സച്ച് പേഴ്സൺ ആൻഡ് ഓൺ എൻറ്റിറ്റി ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റിൽ എത്ര എമൗണ്ട് ആണോ സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെറ്റേഴ്സിൽ അസറ്റ് സൈഡിനകത്ത് നമ്മൾ കാണിക്കും. എത്ര രൂപയാണ് നമുക്കിനി കിട്ടാനുള്ളത്, എത്ര രൂപയാണ് നമുക്ക് ആളുകൾ തരാനുള്ളത്. നമ്മളെ സംബന്ധിച്ച് അത് അസറ്റാണ്, കാരണം അവരിൽ നിന്ന് നമുക്ക് എന്താവും, പിന്നീടാണെങ്കിലും നമുക്ക് കിട്ടും. അപ്പം ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും, അസറ്റ് ആയിരിക്കും. ദെൻ ക്രെഡിറ്റേഴ്സ്. Creditors are the person and or other entities who have to pay by an enterprise an amount for providing the enterprise goods and service on credit. Total amount standing to favor of such person and or entities on closing date are shown on balance sheet as sundry creditors on the liability side. എന്താണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ അങ്ങോട്ടേക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ക്രെഡിറ്റിൽ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവരോട് എന്തുണ്ട്, ഒരു ബാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഇയറിൽ എത്ര രൂപയാണോ നമുക്ക് അടയ്ക്കാനുള്ളത്, എൻഡിങ്ങിൽ എത്ര രൂപയാണോ അടയ്ക്കാനുള്ളത്, അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്താണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. കാരണം നമ്മളെ സംബന്ധിച്ച് അത് ലയബിലിറ്റീസാണ്. അപ്പം ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും എപ്പോഴും നമ്മുടെ ഇതിൽ നിന്ന് മറക്കരുത്. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളുകളാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പൈസ തരാനുള്ളതാണ്. നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ഡെറ്റേഴ്സ് ആയതുകൊണ്ട് അവർ നമുക്ക് നമ്മുടെ എന്താണ് അസറ്റാണ്. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ ലയബിലിറ്റീസ് ആയിട്ട് അവരെ കൺസിഡർ ചെയ്യും. അപ്പം ഇത്രയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിലുള്ള ബേസിക് ടേംസ് എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്
തീരുകയാണ്. സോ ഇത് നന്നായിട്ട് ഈ ടേംസും കാര്യങ്ങളും പ്രത്യേകം പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്സിൽ ഉടനീളം ആവശ്യമുള്ളതാണ്, നമുക്ക് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ആദ്യം തൊട്ടേ നന്നായിട്ട് മനസ്സിലാക്കി പോവുക, ടേംസ് എക്സാമ്പിൾസ് വെച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക് യു.